ഹായ് ഓൾ, ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന പ്രൊവിഡൻറ്റ് ഫണ്ടാണ്. എന്താണ് പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് നോക്കാം. ഇൻ ഓർഡർ ടു എൻകറേജ് സേവിങ് ഹാബിറ്റ് എമംഗ് എംപ്ലോയീസ്, ദി ഗവൺമെൻറ് ഹാസ് സെറ്റപ്പ് വേരിയസ് കൈൻഡ്സ് ഓഫ് പ്രൊവിഡൻറ്റ് ഫണ്ട്. അതായത് എംപ്ലോയീസിനിടയിൽ സേവിങ് ഹാബിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഗവൺമെൻറ് ഒരുപാട് പ്രൊവിഡൻറ്റ് ഫണ്ടുകൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ദി എംപ്ലോയീസ് മേക്ക് കോൺട്രിബ്യൂഷൻ ടു ദിസ് ഫണ്ട്. എംപ്ലോയി എന്ത് ചെയ്യുന്നു? ഈ ഒരു പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് കോൺട്രിബ്യൂഷൻ ചെയ്യുന്നു. In some cases, in addition to the contribution of the employer also contribute to the provident fund. ചില കേസിൽ എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, അതിന് പുറമെ എംപ്ലോയർ പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. ദ ഹോൾ കോൺട്രിബ്യൂഷൻ വിത്ത് ദ ഇൻട്രസ്റ്റ് ഈസ് ക്രെഡിറ്റഡ് ടു എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് അക്കൗണ്ട്. ഈ എംപ്ലോയിൻ്റെയും കോൺട്രിബ്യൂഷനും പ്ലസ് ഇൻട്രസ്റ്റും കൂടെ കൂട്ടിയിട്ടാണ് എംപ്ലോയി പ്രൊവിഡൻറ്റ് ഫണ്ട് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുക. Okay, the accumulated balance is payable at the time of his retirement or when some urgent need arises. അതായത് ഇതിൽ ബാലൻസ് പേയബിൾ ആവുന്നത് റിട്ടയർമെൻറ്റ് ടൈമിലോ അല്ലെങ്കിൽ എന്തെങ്കിലും അർജൻറ്റ് നീഡ് ഉണ്ടാകുമ്പോഴാണ്. ദർ ആർ 4 kinds ഓഫ് പ്രൊവിഡൻറ്റ് ഫണ്ട്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ പ്രധാനമായിട്ടും 4 തരം പ്രൊവിഡൻറ്റ് ഫണ്ടുകളാണുള്ളത്. സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട്, റിക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്, അൺറിക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് ആൻഡ് പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട്. ഫസ്റ്റ് വൺ, സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട്. ദ Statutory Provident Fund is set up under the provisions of Provident Fund Act 1925. അതായത് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട് വന്നത് പ്രൊവിഡൻറ്റ് ഫണ്ട് ആക്ട് 1925 പ്രകാരമാണ്. ദിസ് ഫണ്ട് ഈസ് മെയിൻറ്റെയിൻഡ് ബൈ ഗവൺമെൻറ് ആൻഡ് സെമി ഗവൺമെൻറ് ഓർഗനൈസേഷൻസ്, ലോക്കൽ അതോറിറ്റീസ്, റെയിൽവേസ്, യൂണിവേഴ്സിറ്റീസ് ആൻഡ് റിക്കഗ്നൈസ്ഡ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അത് ഈ ഫണ്ട് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട് സാധാരണഗതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാറ് ആരൊക്കെയാണ്? ഗവൺമെൻറ്, സെമി ഗവൺമെൻറ് ഓർഗനൈസേഷൻസ്, ലോക്കൽ അതോറിറ്റീസ്, യൂണിവേഴ്സിറ്റീസ്, റിക്കഗ്നൈസ്ഡ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇവരൊക്കെയാണ്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു എംപ്ലോയിയും കോൺട്രിബ്യൂട്ട് ചെയ്യാം, എംപ്ലോയറും കോൺട്രിബ്യൂട്ട് ചെയ്യും പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക്. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് അതിനെ എങ്ങനെയാണ് ഇൻകം ടാക്സിൽ ട്രീറ്റ് ചെയ്യുന്നത് നോക്കാം. എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ. ആൻ എംപ്ലോയി ക്യാൻ ഡെപ്പോസിറ്റ് എനി എമൗണ്ട് ഇൻ ദിസ് ഫണ്ട്. ഒരു എംപ്ലോയിക്ക് എത്ര എമൗണ്ട് ആണോ എങ്കിലും ഈ ഒരു പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം, ഡെപ്പോസിറ്റ് ചെയ്യാം. ദ കോൺട്രിബ്യൂഷൻ മെയ്ഡ് ഈസ് എ പാർട്ട് ഓഫ് ദി സാലറി. ആ എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അയാളുടെ സാലറീൻ്റെ പാർട്ടാണ്, അതുകൊണ്ട് തന്നെ അത് സാലറിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒന്നാണ്. ഓൺ സച്ച് കോൺട്രിബ്യൂഷൻ മെയ്ഡ്, ദ എംപ്ലോയി ഈസ് എൻറ്റൈറ്റിൽഡ് ടു ഗെറ്റ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C അപ് ടു ആൻ ഓവറോൾ മാക്സിമം ഓഫ് 1,50,000. അതായത് ഈ എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ട് നമുക്ക് സെക്ഷൻ 80C പ്രകാരം ഇത് മാക്സിമം ലിമിറ്റ് ഉണ്ട് 1,50,000. അതിൽ ഡിഡക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. ടോട്ടൽ ഇൻകം, ഗ്രോസ് ടോട്ടൽ ഇൻകം കണ്ടിട്ട് ടോട്ടൽ ഇൻകം കാണുമ്പം കുറേ ഡിഡക്ഷൻസ് നമുക്ക് ഉണ്ട് 80C മുതൽ 80U വരെ. അപ്പോൾ ആ ഡിഡക്ഷൻസ് 80C പ്രകാരം ഡിഡക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്ത എമൗണ്ട്. ഓക്കെ, അത് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കാനുണ്ട്. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അടുത്തത് എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ. ഇറ്റ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ എംപ്ലോയി സാലറി. അത് എംപ്ലോയിൻ്റെ സാലറിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതല്ല, അതുകൊണ്ട് തന്നെ അത് ടാക്സബിൾ അല്ല. ഇൻട്രസ്റ്റ് ഓൺ ദ അക്യുമുലേറ്റഡ് ബാലൻസ് ഓഫ് ദി സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട്. ഇൻട്രസ്റ്റ് എങ്ങനെയാണ്? ഇൻട്രസ്റ്റ് ഓൺ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ സാലറി. സാലറിയിൽ ഇൻക്ലൂഡ് അല്ല, അതുകൊണ്ട് തന്നെ ടാക്സബിൾ അല്ല. ഇനി ലംസം എമൗണ്ട് റിസീവ് ചെയ്താൽ എനി പേയ്മെൻറ്റ് റിസീവ്ഡ് ബൈ ദ എംപ്ലോയി from the statutory provident fund is fully exempt as per section 10 subsection 11. That means it is not included in his total income for tax purpose. അതായത് ലംസം എമൗണ്ട് ആണ് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ടിൽ നിന്ന് ലംസം ആയിട്ടാണ് എമൗണ്ട് റിസീവ് ചെയ്തിട്ടുള്ളതെങ്കിൽ അത് എക്സംഷനാണ്. അത് എന്തിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ടോട്ടൽ ഇൻകത്തിൽ ടാക്സ് പർപ്പസിനായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്ത റിക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടാണ്. ഈ പ്രൊവിഡൻറ്റ് ഫണ്ട് വിച്ച് ഹാസ് ബീൻ എക്സ്പ്രസ്ലി റിക്കഗ്നൈസ്ഡ് ബൈ ദ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ എ സ്കീം ഫ്രെയിംഡ് അണ്ടർ ദ എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ആക്ട് 1952 ഈസ് കോൾഡ് റിക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്. ഇത്രയും പോയിന്റുകൾ ഓർത്തിരിക്കുക. റിക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് റിക്കഗ്നൈസ് ചെയ്തിട്ടുള്ളതായിരിക്കണം. അതുപോലെ തന്നെ എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ആക്ട് 1952 പ്രകാരം രൂപീകരിച്ച പ്രൊവിഡൻറ്റ് ഫണ്ടാണ് ഈ റിക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത്. ഇനി അതിൽ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? ആൻ എംപ്ലോയി ക്യാൻ ഡെപ്പോസിറ്റ് എനി എമൗണ്ട് വിച്ച് ഹി ലൈക്സ്. എത്ര എമൗണ്ട് വേണമെങ്കിലും അയാൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അയാൾ വിചാരിക്കുന്ന എത്ര എമൗണ്ട് വേണമെങ്കിലും ഈ പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക്, റിക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. ഇത് സാലറീൻ്റെ പാർട്ടായിട്ട് കണക്കാക്കുകയും ചെയ്യും, അതുകൊണ്ട് സാലറിയിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യും. ആ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ട് 80C പ്രകാരം സെക്ഷൻ പ്രകാരം 80Cയിൽ ഡിഡക്ഷനിൽ ഡിഡക്റ്റ് ചെയ്യാവുന്നതുമാണ്.
അടുത്ത റിക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ കണ്ടിന്യൂഷനാണ് പറയുന്നത്. എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ എങ്ങനെയാണ്, അത് പ്രധാനമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട പോയിൻ്റാണ്. എപ്പോഴും ക്വസ്റ്റ്യൻസ് ഈ ഒരു കോൺസെപ്റ്റ് വെച്ച് ചോദിക്കാറുണ്ട്. എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ഇൻ എക്സസ് ഓഫ് 12% ഓഫ് ദി എംപ്ലോയീസ് സാലറി ഈസ് ഇൻക്ലൂഡഡ് ഇൻ ഹിസ് സാലറി ഫോർ ടാക്സ് പർപ്പസ്. അതായത് എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ട്, എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ഇൻ എക്സസ് ഓഫ് 12% ഓഫ് ദി എംപ്ലോയീസ് സാലറി, എംപ്ലോയീൻ്റെ സാലറീൻ്റെ 12% കൂടുതൽ എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സാലറിയിൽ ഇൻക്ലൂഡ് ചെയ്യും. അത് ടാക്സ് പർപ്പസിനായിട്ട് സാലറിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്, ടാക്സബിൾ ആണത്. അപ്പോൾ 12% കൂടുതലായിട്ട് എംപ്ലോയർ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്തിൻ്റെ 12%? എംപ്ലോയീൻ്റെ സാലറീൻ്റെ 12% കൂടുതലായിട്ട് എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ടാക്സബിൾ ആണ്. ഓക്കെ, ദ കോൺട്രിബ്യൂഷൻ മെയ്ഡ് ബൈ ദ എംപ്ലോയർ ഷുഡ് നോട്ട് എക്സീഡ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് എംപ്ലോയി ഇൻ എനി ഇയർ. മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ട് എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്തതിനേക്കാളും എക്സീഡ് ചെയ്യാനും പാടില്ല. അടുത്ത് ഇൻട്രസ്റ്റ് ഓൺ ദ അക്യുമുലേറ്റഡ് ബാലൻസ്. Interest on the accumulated balance credited to the employee's provident fund account in excess of 9.5% is included in his total income. അതായത് ഈ റിക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ കേസിൽ 9.5% വരെയാണെങ്കിൽ ടാക്സ് ലയബിലിറ്റി ഇല്ല. 9.5%-നേക്കാൾ കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് ടാക്സബിൾ ആണ്. അപ്പോൾ ഈ 2 പോയിൻ്റ് ഓർത്ത് വെക്കുക. എംപ്ലോയർ റിക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ കേസിൽ എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 12%, എംപ്ലോയീൻ്റെ സാലറീൻ്റെ 12% കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ടാക്സബിൾ ആണ്. അതുപോലെ ഇൻട്രസ്റ്റ് 9.5% എക്സസ് വന്നാലും ടാക്സ് ലയബിലിറ്റി ഉണ്ടാവും. അടുത്തത് അൺറിക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടാണ്. എ പ്രൊവിഡൻറ്റ് ഫണ്ട് വിച്ച് ഈസ് നെയ്തർ സ്റ്റാറ്റ്യൂട്ടറി നോർ റിക്കഗ്നൈസ്ഡ് ബൈ ദ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ്. അതായത് സ്റ്റാറ്റ്യൂട്ടറി അല്ല, കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് റിക്കഗ്നൈസ് ചെയ്തതും അല്ലാത്ത പ്രൊവിഡൻറ്റ് ഫണ്ടാണ് അൺറിക്കഗ്നൈസ്ഡ്. അതായത് സ്റ്റാറ്റ്യൂട്ടറിയും റിക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടും അല്ലാത്ത ഫണ്ടുകൾ നമ്മൾ അൺറിക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറയും. ദിസ് ടൈപ്പ് ഓഫ് പ്രൊവിഡൻറ്റ് ഫണ്ട് which is neither statutory nor recognized by the Commissioner of Income Tax is called unrecognized provident fund. This type of fund is generally maintained in private sector organizations. ഈ ഫണ്ട് കൂടുതലും മെയിൻറ്റെയിൻ ചെയ്യുന്ന എവിടെയാണ്? പ്രൈവറ്റ് സെക്ടർ ഓർഗനൈസേഷൻസിലാണ്. Such funds are recognized by Provident Fund Commissioner but not by Income Tax Commissioner. ഈ പ്രൊവിഡൻറ്റ് ഫണ്ട് കമ്മീഷണർ റിക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇൻകം ടാക്സ് കമ്മീഷണർ റിക്കഗ്നൈസ് ചെയ്യാത്തതുമായിട്ടുള്ള പ്രൊവിഡൻറ്റ് ഫണ്ടാണ് ഈ അൺറിക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത്. അതിൽ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു? വെൻ എ പേഴ്സൺ ഈസ് എ മെമ്പർ ഓഫ് ദി അൺറിക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്, ഹിസ് ഓൺ കോൺട്രിബ്യൂഷൻ ടു ദിസ് ഫണ്ട് ആർ ഇൻക്ലൂഡഡ് ഇൻ ഹിസ് ഇൻകം. എംപ്ലോയിൻ്റെ കോൺട്രിബ്യൂഷൻ അയാളുടെ ഇൻകത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. എംപ്ലോയി എത്ര കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നുള്ളത് അയാളുടെ ഇൻകത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നു. മാത്രമല്ല 80C പ്രകാരം ഡിഡക്ഷൻസ് കിട്ടുന്നതുമല്ല. ആ ഡിഡക്ഷൻ്റെ കാര്യം ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയുന്നതായിരിക്കും. എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ദ അക്യുമുലേറ്റഡ് ബാലൻസ് ഓഫ് ദി ഫണ്ട്, ഇറ്റ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ എംപ്ലോയീസ് സാലറി ഇൻകം. ഇതും സാലറി ഇൻകത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതല്ല, അതുകൊണ്ട് തന്നെ ടാക്സബിൾ അല്ല. ഈ ലംസം റിസീവ് ചെയ്താൽ, വെൻ എ ലംസം ഈസ് റിസീവ്ഡ് ഫ്രം ആൻ അൺറിക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്, ദ എംപ്ലോയീസ് ഷെയർ ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ദ എംപ്ലോയേഴ്സ് ഷെയർ ഈസ് ഇൻക്ലൂഡഡ് ഇൻ ഹിസ് ഇൻകം അണ്ടർ ഹെഡ് സാലറി. അതായത് ലംസമായിട്ടാണ് അൺറിക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിൽ നിന്ന് എമൗണ്ട് റിസീവ് ചെയ്തിട്ടുള്ളതെങ്കിൽ എംപ്ലോയറിൻ്റെ ഷെയറും അതുപോലെ എംപ്ലോയറിൻ്റെ ഷെയറിൻ്റെ മുകളിലുള്ള ഇൻട്രസ്റ്റും ഏതിൽ വരും? സാലറി ഹെഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ഇൻട്രസ്റ്റ് ഓൺ ഹിസ് കോൺട്രിബ്യൂഷൻ, എംപ്ലോയിൻ്റെ കോൺട്രിബ്യൂഷന് മുകളിലുള്ള ഇൻട്രസ്റ്റ് സാലറി ഹെഡിലല്ല, ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഹെഡിലാണ് കാണിക്കേണ്ടത്. അടുത്തത് പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട്. Central government has set up a new provident fund scheme, namely Public Provident Fund, under the Public Provident Fund Scheme 1968. അപ്പോൾ പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് സ്കീം 1968 പ്രകാരം രൂപീകരിച്ചിട്ടുള്ള പ്രൊവിഡൻറ്റ് ഫണ്ടാണിത്. എനി മെമ്പർ ഓഫ് ദി പബ്ലിക്, വെദർ എ സാലറീഡ് എംപ്ലോയി, പെൻഷനർ, എ സെൽഫ് എംപ്ലോയ്ഡ് പേഴ്സൺ ഓർ ബിസിനസ് മാൻ ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട്. അതായത് ഏതൊരാൾക്കും, അതിപ്പോൾ സാലറി വാങ്ങുന്ന ആളായിക്കോട്ടെ, സെൽഫ് എംപ്ലോയ്ഡ് ആയിട്ടുള്ള ആളായിക്കോട്ടെ, പെൻഷൻ പറ്റിയ ഒരാളായിക്കോട്ടെ, ആർക്ക് വേണമെങ്കിലും ഈ പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. എങ്ങനെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഏതെങ്കിലും ബ്രാഞ്ചിൽ പോയിട്ട് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ മതി. എനി എമൗണ്ട് ഇൻ മൾട്ടിപ്പിൾസ് ഓഫ് 50 can be deposited in this account. The accumulated balance is payable after 15 years. The subscription towards this fund is eligible to get deduction under 80C. ഈ പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ 80C പ്രകാരം ഡിഡക്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയും പ്രൊവിഡൻറ്റ് ഫണ്ടാണുള്ളത്.
ഏതൊക്കെയാണ് പറഞ്ഞത്? സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട്, റിക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്, അൺറിക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്, അതുപോലെ തന്നെ പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട്. അതിൽ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യം, റിക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിൽ എംപ്ലോയറിൻ്റെ കോൺട്രിബ്യൂഷൻ എംപ്ലോയിൻ്റെ സാലറീൻ്റെ 12% കൂടുതലാണെങ്കിൽ ടാക്സബിൾ ആണ്. അതുപോലെ റിക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ കേസിൽ ഇൻട്രസ്റ്റ് 9.5% എക്സസ് വന്നാൽ ടാക്സ് ലാബിലിറ്റി ഉണ്ടാവും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു.